ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു മന്ത്രി എന്നാണ് കേരളം മുഴുവൻ ഇപ്പോൾ രാജമിനിസ്റ്ററെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പണിത് വെച്ചിരിക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ എന്തായിരുന്നു മന്ത്രിസഭയുടെ ധൈര്യം? എന്ത് ധൈര്യത്തിലാണ് ഇത് ഏറ്റെടുത്തത് എന്നുള്ളൊരു കാര്യം ഒന്ന് പറയാൻ പറ്റും? ഞാൻ ജൂലൈ 30 അർദ്ധരാത്രി 12:30 മണിക്ക് ശേഷം മേപ്പാടി ആശുപത്രിയിൽ ഹൃദയം തകർന്ന് നിൽക്കുന്ന ഒരു നേരത്ത് അംഗവൈകല്യങ്ങൾ വന്നവർ, നഷ്ടപ്പെട്ടവർ, മക്കളെ അന്വേഷിക്കുന്നവർ, മുട്ടുകുത്തിയിരുന്ന് നിലത്ത് മൃതശരീരങ്ങൾ നോക്കുന്നവർ, ആ നേരത്തൊരു പെൺകുട്ടി എനിക്കൊരു സന്ദേശം അയച്ചു വാട്സപ്പിൽ. ഇത് ഉദ്ഘാടനം ചെയ്യുന്ന നേരം വരെ ഞാൻ അവളെ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 3 വരികളേ ഉള്ളൂ ആ സന്ദേശത്തിൽ. അതിങ്ങനെയാണ്: സാർ, ചൂരൽമലയിലെ ചിത്രങ്ങൾ കണ്ട് കരൾ പിടയുകയാണ്. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായൊരമ്മ വെളിപ്പാടകലെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ആ പെൺകുട്ടി എഴുതിയ വാട്സപ്പ് സന്ദേശം. അതാണ് ഞങ്ങളുടെ ധൈര്യം. ഈ കേരളത്തിലൊരു ദുരന്തം ഉണ്ടായാൽ, ഒരു കുഞ്ഞിന് മുല കിട്ടുന്നില്ല എന്ന് കേട്ടാൽ, ഒരു നാട് തകർന്നു എന്ന് കേട്ടാൽ, എത്ര പേർ ഈ ഗവൺമെൻറ്റിനെ ആക്രമിച്ചാലും ഈ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കാൻ മലയാളം പൂർണ്ണമായിട്ടുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ പണി ഞങ്ങൾ ഏറ്റെടുത്തത്. ഞങ്ങൾ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നത് ഈ വീടുകളിൽ പണിത് ഓരോ കട്ടകളിലും ഞങ്ങളുടെ ഹൃദയവികാരങ്ങളുണ്ട്. ഇഷ്ടികയും സിമെൻറ്റും മാത്രമല്ല, ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ വികാരവും ഉണ്ട്. ഈ ഞങ്ങളുടെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ അല്ല, നമ്മൾ മലയാളികളുടെ 3.25 കോടി മൂക്ക് താഴോട്ട് നീണ്ട മുഴുവൻ മലയാളികളുടെയും ഹൃദയവികാരം കൊണ്ട് പണിതാണിത്. ഇതിനെ തോൽപ്പിക്കാൻ ആരെങ്കിലും പിന്നെ തെറ്റായ വാക്ക് പറഞ്ഞാലോ അനാവശ്യം വിളിച്ചു പറഞ്ഞാലോ ഞങ്ങൾ അതിനെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. നമ്മുടെ പ്രശ്നം മുഴുവൻ ആളുകൾക്കും വീട് കിട്ടണം. അവരുടെ ജാതിയില്ല, രാഷ്ട്രീയമില്ല, മതമില്ല, പ്രശ്നമില്ല. അവർ ദുരന്തബാധിതരാണ്. അവർക്ക് ഏത് വിധേനയും കിട്ടും. അതാണ് ഞങ്ങളുടെ ഹൃദയ സംസാരത്തിൽ